ക്ഷമിക്കില്ല. എന്റെ ജീവിതത്തിൽ അവൻക്കൊരു സ്ഥാനമില്ല. I hate you, Jim. I hate you. എന്റെ ജീവിതത്തിൽ ഇനി നിനക്കൊരു സ്ഥാനമില്ല. നിന്നെ ഇനി തിരിച്ചെന്റെ മുന്നിൽ കൊണ്ടുവരരുതെന്ന എന്റെ ഏക പ്രാർത്ഥന. ഞാൻ നിന്നെ അത്രയ്ക്കും വെറുക്കുന്നുണ്ട്, ജിം. ഇനി ഒരിക്കലും എന്റെ ലൈഫിൽ ജിം ഇല്ല. ലയ, ഇവളെന്താ ഇവിടെ? അതും ഈ മഴയത്ത് എന്തിനാ ഇരിക്കുന്നെ? ലയ, നീ എന്താ ഇവിടെ ഇരിക്കുന്നെ? അത് പിന്നെ ലൂസി. ലയ, എനിക്കെല്ലാം അറിയാം. ഞാൻ നേരത്തെ ജോസിനെ വിളിച്ചായിരുന്നു. എന്താ ലൂസി പറയുന്നേ? അല്ല, വീട്ടിലുള്ള എല്ലാവർക്കും അപ്പൊ അറിയോ? ഇല്ല ലയ, ഞാൻ അമ്മയോടും ആരോടും പറഞ്ഞിട്ടില്ല. ജോസിനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ജോസ് എല്ലാ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ നീ വേറെന്തൊരു തീരുമാനം എടുക്കണ്ടല്ലോ എന്ന് കരുതി പേടിച്ച് നിന്നെ തിരഞ്ഞറിഞ്ഞതാ. എല്ലായിടത്തും തെരഞ്ഞു നോക്കിയും നിന്നെ കണ്ടില്ല. അതാ തിരിച്ചു മടങ്ങി വന്നോണ്ടിരുന്നേ. അല്ല, നീ എന്താ പുറത്തിരിക്കുന്നേ? അകത്തേക്ക് വാ. ഇല്ല ലൂസി, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഞാനെങ്ങനെ ഇനി അമ്മനെ ഫേസ് ചെയ്യും? അല്ലെങ്കിൽ തന്നെ നിനക്കെന്നെ അറിയാലോ, അമ്മ എത്ര ബുദ്ധിമുട്ടിയിട്ടാ എന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളതെന്ന്. ഇപ്പൊ ഞാന് എല്ലാം ഒഴിവാക്കി തിരിച്ചിവിടെ എത്തിയെന്ന് അറിയുമ്പോ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റത്തില്ലടി. അത് കരുതി എത്രന്ന് വെച്ചാ ആ ടോക്സിക് ആയ മനുഷ്യന്റെ കൂടെ നീ ജീവിക്കുന്നേ? അതൊക്കെ നിന്റെ സിറ്റുവേഷൻ പറഞ്ഞ അമ്മ മനസ്സിലാക്കും. നീ ഒന്ന് വന്നില്ലായ. ഈ മഴയത്തിരുന്നെങ്കിലേ നിനക്ക് മാത്രമല്ല വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാക്കും വേണ്ടി പല സൂക്കേടും വരും. നീ ഒന്ന് വാ. ലൂസി, വേണ്ടടി, എന്നെ വിട്ടേക്ക്. ഞാൻ എവിടെങ്കിലൊക്കെ പോയിക്കോളാം, ആർക്കും ഒരു ഭാരാവാതെ. ലയ, നീ എന്തൊക്കെയാ പറയുന്നേ? ആരൊക്കെ നിന്നെ ഭാര്യയെ കരുതിയാലും ഞാൻ അമ്മയും നിന്നെ ഒരിക്കലും അങ്ങനെ കരുതത്തില്ല. നീ ഒന്ന് വാ, ഞാൻ പറയണ കേക്ക്. അത് പിന്നെ നിന്നോട് വരാനാ ചേച്ചി പറഞ്ഞേ. വാ ചേച്ചി. അമ്മ, എന്തിനാ ഇപ്പൊ കരയുന്നേ? അവളിപ്പോ കിടന്നതല്ലേ ഉള്ളൂ. അമ്മ ഇനി കരയണ കണ്ട അവൾ എണീക്കുന്നേ. അമ്മ ഒന്നും മിണ്ടാതിരിക്കേ. ഞാൻ കാരണം അന്നേ എന്റെ കൊച്ചു സ്നേഹിച്ചാളെ കെട്ടി വെച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ ഗതികേട് വരുമായിരുന്നോ? നിന്റെ അച്ഛന്റെ കൂടെ ചേർന്ന് അന്ന് ഞാൻ മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുത്തോണ്ടല്ലേ ഇന്ന് എന്റെ മോള് ഈ ഒരു അവസ്ഥയിലൂടെ കഴിഞ്ഞു പോണ്ടി വന്നേ. ഇതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് എന്നെ ദേഷ്യം തോന്നുവാടി. അമ്മ നടന്നു കഴിഞ്ഞ അമ്മ ഒന്ന് സമാധാനപ്പെടേ. പാവം, അവൾ എപ്പോഴാണ് സമാധാനത്തോടെ ഉറങ്ങുന്നേ? വെറുതെ എന്തിനാ അവളെ പടി എണീപ്പിക്കുന്നേ? വിട്ടേക്ക്, ഇനി എന്തുണ്ടെങ്കിലും നമുക്ക് രാവിലെ സംസാരിക്കാം. പാവം, എങ്ങനെ ജീവിക്കേണ്ടത് കൊച്ചറിയോ? ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് അവളെ തള്ളിയിട്ടത് ഞാൻ മാത്ര. ശരിക്കും അവൾ എനിക്ക് മകളായിട്ട് ജനിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. എന്നാ പിന്നെ ഈ നേരം വേറെ എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കായിരുന്നു. അങ്ങനൊന്നില്ല അമ്മ. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്തോ നടക്കേണ്ടത് നടന്നേ. വിട്ടേക്ക്. എങ്ങനെ വിടാനാടി കൊച്ചെ? ഞാൻ ഒന്ന് പ്രസവിച്ച് എന്റെ മോളെ ജീവിതം ഈ അമ്മായിട്ട് എന്നെ തകർത്ത് കളഞ്ഞില്ലേ? അതാലോചിക്കുമ്പോ എന്റെ കൊച്ചിന് എന്തോരം വേദന ഉണ്ടാവും. അമ്മ, ഇപ്പൊ ഞാൻ ചോദിക്കണോണ്ട് അമ്മ വേറൊന്നും വിചാരിക്കില്ലേ? ചേച്ചി സ്നേഹിച്ച ആളെയൊക്കെ തന്നെ കെട്ടിക്കൊടുക്കണമെന്നല്ലേ അമ്മയും അച്ഛനും കൂടി എന്നോട് പറഞ്ഞിരുന്നേ. അപ്പൊ പിന്നെ അളിയനെ സ്നേഹിച്ച് കിട്ടിയതല്ലെന്നും ഇടക്കൊക്കെ പറയണ കേട്ടല്ലോ. അപ്പൊ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട്? നിന്നോട് നല്ലടി, എല്ലാവരോടും കൊച്ച് അവൾ സ്നേഹിച്ച കാര്യം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് അമ്മന്റെ അച്ഛന്റെ പേര് പോയി പോണ്ടെന്ന് കരുതി എല്ലാരോടും അവള് മാറ്റി പറയാ ചെയ്തത്. അവള് സ്നേഹിച്ചത് ജോസിനെയാന്നും അവനെ തന്നെ അമ്മയും അച്ഛനും എനിക്ക് കല്യാണം കഴിച്ചു വെച്ചെന്ന എന്റെ കൊച്ച് ഞങ്ങൾ തരം താന്ന് പോണ്ടെന്ന് എല്ലാരോടും പാടി നടന്നേ. അങ്ങനെയുള്ള മോക്കാണല്ലോ ഇങ്ങനെ ഒരു ഗതികേട് എന്റെ കർത്താവേ. അപ്പൊ ചേച്ചി സ്നേഹിച്ച ആളെ പേര്? അത് പിന്നെ ജെയ്സൺ എന്നാ ആ ചെറുക്കന്റെ പേര്. വലിയ പൈസ ഉള്ളടത്ത ചക്കൻ തന്നെയാ. പക്ഷെ നിന്റെ അച്ഛൻ പൈസക്കാരല്ലേ, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഏത് നേരത്താ അവളെ ചവിട്ടി പുറത്താക്കി വേറൊരുത്തിനെ സ്വീകരിക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. പൈസക്കാർക്ക് പണത്തിന്റെ അഹങ്കാരം ഉള്ളതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാ ഈ ജോസിനെ പിടിച്ച് എന്റെ മോക്ക് കെട്ടിച്ചു വെച്ച്. ഇപ്പൊ എന്തായി? അങ്ങനെ പാട്ടിൽ പോയി എന്റെ കൊച്ചല്ലേ ഇവിടെ കിടന്ന് ഗതി കിടന്ന്. അപ്പൊ അന്നെ ചേച്ചി ആഗ്രഹിച്ച പോലെ ആ ജെയ്സനെ നമ്മളെ ചേച്ചിനെ കെട്ടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് ചേച്ചി ഒരു പക്ഷേ നന്നായിട്ട് ജീവിക്കായിരുന്നല്ലേ? അതേടി മോളെ,
എല്ലാം എന്റെ അമ്മയായിട്ട് ഇല്ലാണ്ടാക്കി. അങ്ങനെ പറഞ്ഞെന്ന് കേട്ടി ഞാനും കൂടെ സമ്മതം മോളി കൊടുത്തോണ്ടല്ലേ എന്നവക്ക് ഈ ഒരു ഗതികേട് വന്നേ. ഇനിയിപ്പോ എല്ലാം പഴയതുപോലെ ആവോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ മോളെ ജീവിതം പോയി, അത്രേ ഉള്ളൂ. ഇനി അവള് കാലാകാലവും കണ്ണീരും കൈയോടത്തിന് ജീവിക്കേണ്ടി വരും. അമ്മ നടന്നേ. ഇനി ചേച്ചിന്റെ ലൈഫില് എങ്ങനെ അവളെ സന്തോഷിപ്പിക്കാന്നുള്ളതിനെ മാത്രം ചിന്തിക്കാൻ നോക്ക്. നമുക്ക് എന്തെങ്കിലും നല്ലൊരു തീരുമാനം കിട്ടും. ചേച്ചിയുടെ ലൈഫ് ഇങ്ങനെ തന്നെ പോകത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ ലൈഫ് സന്തോഷം നിറഞ്ഞതാക്കാമേ. അമ്മ വിശ്വസിക്കേ. അങ്ങനെ തന്നെ ആവണമെന്ന് അമ്മ ആഗ്രഹിക്കണടി. പിന്നെ അമ്മ കുറച്ചു ദിവസം അമ്മ ചേച്ചിന്റെ കൂടെ കിടക്കട്ടോ. അവൾക്ക് അല്ലെങ്കിൽ തന്നെ മനസ്സ് തകർന്നിരിക്കുവാ. അവളെ മനസ്സില് എന്തൊക്കെയോ ചിന്തകളായിരിക്കും. അവള് വേണ്ടാത്ത ഒരു തീരുമാനം എടുക്കരുതല്ലോ. അതുകൊണ്ടാ നമുക്ക് നമ്മുടെ ലയല്ലമ്മ വലുത്. അതുകൊണ്ട് അമ്മ അവക്ക് കൂട്ടായിട്ടിരിക്കേ. മനസ്സിലായി മക്കളെ. എന്നാ മക്കള് ചെല്ല്, നാളെ കോളേജിലേക്ക് പോകേണ്ടതല്ലേ. ചെല്ല്. ശരി അമ്മ. നോക്കമ്മ, അമ്മനോടും കൂടി പറയാ. ചേച്ചിന്റെ കാര്യം ആലോചിച്ച്, ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് അമ്മ എങ്ങനെ വിഷമിച്ചിരിക്കല്ലേ. അമ്മയ്ക്ക് വയ്യാണ്ടായി കഴിഞ്ഞാ പിന്നെ എനിക്കും ചേച്ചിക്കും വേറെ ആരല്ലേ. അമ്മ സമാധാനത്തോടെ കിടക്കട്ടോ. ഗുഡ് നൈറ്റ്. ശരി മക്കളെ, പലതും കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്കട്ടോ. ശരി അമ്മ. ലയ, നിന്നെ ആ അവസ്ഥയിൽ കണ്ടതിന് ശേഷം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാ നീ ഒട്ടും സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെയാ പറയാ, ഞാന് അത്രയ്ക്ക് സ്നേഹിച്ച എന്റെ ലയന്റെ ലൈഫ് ഇങ്ങനെയായി തീരുന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല. അവൾ എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോ എന്റെ കൺമുന്നിൽ തന്നെ അവളെ ലൈഫ് ഇങ്ങനെ ചിന്നി ചെതറി കിടക്കുമ്പോ എനിക്കെങ്ങനെ അവളെ പകുതിയിൽ ഉപേക്ഷിക്കാൻ പറ്റും? ഇല്ല, എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. അവളെ അവസ്ഥയെന്നൊക്കെ മാറി ഹാപ്പി ആയിട്ടിരിക്കണം. അവക്കൊന്ന് ഒരു നല്ലൊരു ലൈഫ് വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് അവളോടുള്ള സ്നേഹം ഇന്ന് വരെ ഈ 2 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കുറഞ്ഞിട്ടില്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരാൾക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ അതെന്റെ ലൈക്ക് മാത്ര. അങ്ങനെ ഞാൻ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന എന്റെ ലൈന്റെ ലൈഫ് ഇനി ഒന്നുമല്ലാതായി തീരുന്നു പറഞ്ഞ അതെന്നെ കൊണ്ട് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇനിയും അവളെ ലൈഫ് പഴയതുപോലെ ആവണം. അവള് ഹാപ്പി ആയിട്ടിരിക്കണം. അതിന് എന്നെ കൊണ്ട് എന്ത് പറ്റുമോ അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും. എന്തിനെ, അവൾക്ക് ഇനിയൊരു ലൈഫ് കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാ. അവള് എന്നോട് സമ്മതാന്ന് പറഞ്ഞാൽ മാത്രം മതി. ആരൊക്കെ എതിർത്താലും ഞാൻ എന്റെ ലയന്റെ കൂടെ തന്നെ ജീവിക്കൂ. അതിപ്പോ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവളെ ലൈഫ് ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇപ്പോ അവള് മാത്രല്ല, അവളെ വിശ്വസിച്ച് അവള് കുഞ്ഞും പാടിയുള്ളതാ. ആ കുഞ്ഞ് ഈ ലോകത്ത് വരുമ്പം ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. എപ്പോഴും ആ കുഞ്ഞിന്റെ ജീവിതത്തില് സന്തോഷം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതെന്തായാലും ഞാൻ ചെയ്തിരിക്കും. ലയ, നീ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. നാളെ നിന്റെ ലൈഫില് നല്ലതിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയണ ഒരു തീരുമാനം ഞാൻ എടുക്കും. നീ അതിന് സമ്മതാന്ന് മാത്രം പറഞ്ഞാൽ മതി. ആരൊക്കെ എതിർത്താലും അത് ഞാൻ ചെയ്തിരിക്കും. അത് പിന്നെ മോർണിംഗ് അല്ലേ എൻഗേജ്മെന്റ്. അപ്പോ അതിനു വേണ്ടി ഞാന് കുറച്ച് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസൈൻ ചെയ്ത് എത്താൻ ഒരു 10-15 മിനിറ്റ് പിടിക്കും. അതിലേതെങ്കിലും തേജക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോട്ടെന്ന് കരുതിയിട്ടാ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ. അല്ല, തേജന്റെ പപ്പ. സോറി നീലു, തേജന്റെ പപ്പയ്ക്ക് നാളെ എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടെന്ന്. അത് സ്കിപ്പ് ചെയ്യാനേ പറ്റത്തില്ലെന്ന്. അതുകൊണ്ടോട്ടോ വരാത്തെ. വേറൊന്നും വിചാരിക്കില്ലേ? ഓക്കെ ഫൈൻ. പക്ഷേ തേജന്റെ പപ്പ ഇല്ലാതെ പരിപാടി എങ്ങനെ നടത്തും? ഞാനുണ്ട്, തേജുണ്ട്, ജിമിനുണ്ട്, നീയുണ്ട്, അങ്ങനെ എല്ലാവരല്ലേ. പിന്നെന്താ? അല്ല, ബാക്കിയുള്ള റിലേറ്റീവ്സ് ഒക്കെ എന്താ വിചാരിക്കുക? തേജന്റെ ഡാഡി പോലും ഇല്ലാതെ പരിപാടി നടത്തുന്നതിനെ പറ്റി അവരെന്തെങ്കിലും ചർച്ചാ വിഷയമാക്കത്തില്ലേ? അതാ ഞാൻ ആലോചിക്കുന്നേ. അതൊക്കെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളത് കാര്യമാക്കാൻ പോണ്ടെന്നേ. ഇപ്പൊ നോക്കിയേ, ഉദാഹരണത്തിന് ജിമിന്റെ ഡാഡ് ഇവിടെ ഉണ്ട്, നീ ഇവിടെ ഉണ്ട്. ബട്ട് നീയും ജിമിന്റെ ഡാഡും സംസാരിക്ക പോലും ഇല്ല. അപ്പോ അതിനെ കുറിച്ച് ആൾക്കാർ എന്തോരം ചർച്ചയാക്കും. അതൊക്കെ നിങ്ങൾ നെവർ മൈൻഡ് ആയിട്ടല്ലേ എടുക്കാറ്. സോ ഇതും ആ ഒരു ഫ്ലോർ എടുക്കുന്നേ. മമ്മി ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കത് ബാഡ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ലേ? പിന്നെ അങ്ങനെ ബാഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫീൽ ചെയ്തോട്ടെന്നേ. അവള് പറഞ്ഞത് നീ കേട്ടതല്ലേ? നിന്റെ ഡാഡി
കഴിച്ചായിരുന്നു. നീയോ? ഓ, ഞാനും ഇപ്പൊ കഴിച്ചു വന്നതേ ഉള്ളൂ. അല്ല ആന്റി, ജിം എവിടെ? അവൻക്കുള്ള കോസ്റ്റ്യൂം ഒക്കെ റെഡി ആയോ? അവനുള്ളത് അവൻ സെലക്ട് ചെയ്തോളും. നിന്റെ കൂടെ തന്നെ അവൻക്ക് ഓർഡർ കൊടുത്തിട്ടുള്ളേ. വരുവാണെങ്കിൽ നീ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തോ. എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ടത് അവൻക്ക് ഇഷ്ടപ്പെടാതെ നിൽക്കത്തില്ലല്ലോ. ജിമിന് ഇതുപോലെ ഒരു അമ്മനെ കിട്ടിയത് അവന്റെ ഭാഗ്യം ആന്റി. അതേപോലെ എനിക്ക് ഇതേപോലെ ഒരു മാമൻലോനെ കിട്ടിയതും എന്റെ ഭാഗ്യ. അല്ല നീലു, എൻഗേജ്മെന്റിന് ജിസേൽ വരുന്നില്ലേ? അവള് വരുന്നുണ്ട്. എത്ര കാലത്തിന് ശേഷം വീണ്ടും ജിസേലിനെ കാണാൻ പോണേ. അല്ല ആന്റി, ഇനിയെങ്കിലും അവളിവിടെ സ്റ്റേ ചെയ്യോ അതോ തിരിച്ചു? ഇല്ല ഇല്ല, ഇനി അവള് പോകത്തില്ല, ഇവിടെ തന്നെ ആയിരിക്കും. ഹായ് അങ്കിൾ. ഹലോ മിസ്റ്റർ മഹേഷ് ഒബ്രായ്. കണ്ടിട്ട് എത്രയായെന്നാ? അങ്കിൾ വരൂ അങ്കിൾ, വന്നിരിക്കൂ. ഇല്ല, നിങ്ങൾ സംസാരിക്കേ, എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കേ അങ്കിൾ, എന്തായാലും നാളെ എൻഗേജ്മെന്റിൽ വെച്ച് കാണാട്ടോ. ഓക്കെ. ദേ ഡ്രസ്സിന്റെ ആള് വന്നെന്നാ തോന്നുന്നേ. അല്ല നീലു, നാളെ ഇവിടെ വെച്ചിട്ടല്ലേ എൻഗേജ്മെന്റ്? പിന്നെ അല്ലാണ്ട്. അല്ല ചോദിച്ചാ ഇനിയിപ്പോ പെട്ടെന്ന് പ്ലാൻ എങ്ങാനും ചേഞ്ച് ആയോന്ന് അറിയാൻ വേണ്ടി. ഒരു ചേഞ്ചും ഇല്ല. നിന്നോട് പറഞ്ഞ പോലെ തന്നെ നാളെ രാവിലെ 9 മണിക്ക് ജിമിന്റെയും തേജന്റെയും എൻഗേജ്മെന്റ് നടക്കുന്നതായിരിക്കും. അതും ദേ ഈ ഓബ്രായ് ഹൗസിൽ വെച്ച്. ഇങ്ങനൊരു ഹാപ്പി മൊമെന്റില് നീ എന്തിനാ ഇങ്ങനെ എമോഷണൽ ആവുന്നേ? അഭിനയത്തില് ഇവൾ എന്നെ കടത്തി വിടുന്ന തോന്നുന്നേ. ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന ഒന്നും നടക്കാൻ പോണില്ല. എന്തായാലും നടന്നു. ഇനിയിപ്പോ ഞാൻ എന്റെ ചേച്ചിക്കും അമ്മയ്ക്കും വേണ്ടി സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇപ്പൊ എന്നെ സ്നേഹിക്കാൻ അവര് മാത്രമേ ഉള്ളൂ. ഞാനും അവർക്ക് വേണ്ടി സ്ട്രോങ് ആയിരിക്കണം. ആർക്ക് വേണ്ടിയും ഞാൻ തളരാൻ പാടില്ല. ഇനി ആർക്കും എന്റെ മനസ്സിൽ ഒരു സ്ഥാനവും കൊടുക്കാൻ പാടില്ല. നാളത്തോടു കൂടി ഞാനൊരു തീരുമാനം എടുത്തേ പറ്റൂ. എനിക്കും എന്റെ അമ്മയ്ക്കും എന്റെ ലൈക്കും നല്ലതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം. ആ തീരുമാനത്തോടു കൂടി എന്റെ ലൈഫും എന്റെ അമ്മന്റെ ലൈഫും എല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. ഇനി ഞാൻ കാരണം ആരും വിഷമിക്കാൻ പാടില്ല. പഴയതൊക്കെ മറന്ന് മൂവ് ചെയ്യ് ലൂസി. എന്നാ മാത്രമേ നിന്നെ സ്നേഹിക്കുന്നവരെ നിനക്ക് ഹാപ്പി ആയിട്ട് വെച്ചോണ്ടിരിക്കാൻ പറ്റൂ. നിന്റെ കാര്യം അറിയാത്തവർക്ക് വേണ്ടി നീ കരയണത് നിർത്തി ലൂസി. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ലൈക്കും അമ്മയ്ക്കും വേണ്ടി ഇനിയുള്ള കാലം ഹാപ്പി ആയിട്ട് ജീവിക്ക്. ഇങ്ങനൊരു ചാപ്റ്റർ നിന്റെ ലൈഫിൽ നീ ഓപ്പൺ തന്നെ ചെയ്തിട്ടില്ലെന്ന് ചിന്തിക്ക്. എന്നാലും എനിക്ക് മനസ്സിലാവാത്തതൊന്നാ, ജിം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തേ? ഞാൻ അവനെ എന്താ ചെയ്തേ? ഞാൻ സ്നേഹിച്ചതുകൊണ്ടാണോ അവൻ എന്നെങ്ങനെ പറ്റിക്കാൻ പറ്റിയേ? എന്നാലും ഇതെനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റണേക്കാൾ അപ്പുറം. പക്ഷെ ഇത് നല്ലതാ. കാരണം നമ്മളെ മനസ്സിൽ മുറിവുകൾ കൂടുമ്പോഴാ നമ്മള് സ്ട്രോങ് ആണ് നമ്മൾ എന്നെ തിരിച്ചറിയുന്നേ. അതുകൊണ്ട് അവനോണ്ട് എനിക്കുണ്ടായ ഒരു ഉപകാരം ഇത് മാത്ര. ഇനി ഞാൻ സ്ട്രോങ് ആയിരിക്കും. എന്റെ അമ്മയ്ക്കും ലൈക്കും വേണ്ടി വേറൊരാൾക്കും എന്റെ ലൈഫിൽ ഇനി ഇടയില്ല. ലൂസി, ഐ എം സോറി ലൂസി. നീ ഇപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ വക്കില് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. നിനക്കൊരു കാര്യം അറിയോ ലൂസി, നീ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞപ്പം ഞാൻ എന്തോരം സന്തോഷിച്ചെന്നറിയോ? ഈ ലോകം തന്നെ കീഴടക്കിയൊരു സന്തോഷം. പക്ഷെ ആ സന്തോഷത്തിന് കൂടുതൽ ആയുസ് ഉണ്ടായില്ല. ഞാൻ എന്റെ വാക്കുകൾ കൊണ്ട് നിന്നെ മുറിവേൽപ്പിച്ചപ്പോ നിന്റെ കാട്ട് 100 ഇരട്ടിയാ എനിക്ക് വേദനിച്ച്. അറിയോ, എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി ആ നിമിഷത്തില്. പക്ഷെ എല്ലാം നിനക്ക് വേണ്ടിയും
അമ്മയ്ക്ക് വേണ്ടി മാത്രം. അമ്മ മാത്രം തേജിന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അമ്മനോട് സത്യാവസ്ഥ പറഞ്ഞേനെ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞാലും അമ്മ മനസ്സിലാക്കുന്ന സിറ്റുവേഷനിലല്ല. എല്ലാം എന്റെ കൈ വിട്ടു പോയി ലൂസി. പക്ഷെ അത് കരുതി നാളെ ഞാന് തേജനെ എൻഗേജ്മെന്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു നീ ഒരിക്കലും വിചാരിക്കണ്ട. ഞാൻ മനസ്സിലൊരാളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ലൂസിനെ മാത്ര. എന്റെ മനസ്സിലൊരാൾക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ അതെന്റെ ലൂസിക്ക് മാത്ര. അല്ലാതെ ആരെത്ര എമോഷണൽ ആയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല. എന്റെ മനസ്സിൽ ഒരാൾക്ക് സ്ഥാനമില്ല ലൂസി അല്ലാതെ. എനിക്ക് നിന്നെ അങ്ങനെ വിട്ടു കളയാൻ പറ്റുമോടി? നീ എന്റെ പ്രാണനല്ലേ. അപ്പൊ പിന്നെ നിന്നെ മറന്നിട്ട് ഞാൻ എങ്ങനെ? എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല ലൂസി. चलता है तू मेरी जैसी उड़ती हूँ कौन तुझे प्यार करेगा जैसे मैं करती हूँ